മറിയമേ സുസ്തി, അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ബിന്ദു. ഞാൻ കാരിച്ചാൽ ഹോളി ഫാമിലി ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇതെൻ്റെ മോൻ സിയാൻ 7 വയസ്സുണ്ട്. ഇവന് 4 വർഷം കൊണ്ട് ഫിക്സ് വരുമായിരുന്നു. പലതവണ ഫിക്സ് വന്ന് വീണ് ICUലായി. അവസാനം സ്കൂളിൽ വെച്ചാണ് ലാസ്റ്റ് 2 വർഷത്തിന് മുമ്പ് ഫിക്സ് വന്നത്. സ്കൂൾ ടൈമിലാണ് ഫിക്സ് വന്നത്. അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയ സമയത്തും എല്ലാം വീണ്ടും ഫിക്സ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവനാകപ്പാടെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കിന് മുക്കാലും പോയ ഒരവസ്ഥയിലായിരുന്നു. കണ്ണ് തുറക്കത്തില്ല, മുഖം എല്ലാം കൂടി, സംസാരിക്കാൻ പറ്റത്തില്ല, എന്നെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, സംസാരിക്കുന്നില്ല, നാക്കെല്ലാം ഒരു സൈഡിലേക്കായിരുന്നു, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ICUലേക്കായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരാദ്യം മരുന്ന് ഡോക്ടേഴ്സിന് പറഞ്ഞു അവർ കാണുന്നില്ല, എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് അറിയുന്നില്ല എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ICU വെച്ച് തന്നെ 7 പ്രാവശ്യം അവന് വീണ്ടും ഫിക്സ് വന്നു. അപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു ഇത് ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞവർ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം, നാളെ നേരം വെളുക്കട്ടെ എന്നാണ് എന്നോട് അന്നേരം അവർ പറഞ്ഞത്. ഒരു 9:30 വരെ വൈകിട്ട് 5 മണിയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് 9:30 വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് ഇങ്ങനെ വിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 2 ദിവസത്തേക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് ഏകദേശം ഒരു ബോധവാക്യമായി. അപ്പോൾ അവർ ഹൈ ഡോസ് സെഡേഷൻ കൊടുത്തു വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് അവന് ബോധം വന്നെങ്കിലും അവന് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, വേച്ച് വീഴുമായിരുന്നു, എണീറ്റിരിക്കാൻ പറ്റത്തില്ല, താങ്ങി പിടിച്ചാൽ മാത്രമേ അവൻ ഇരിക്കുകയുള്ളായിരുന്നു. ബാത്റൂമിലോ ഒന്നും കൊണ്ടുപോകണമെന്നെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വേണമായിരുന്നു പോകാനായിട്ട്. എന്നെ ഒന്നും ഓർമ്മ വരുന്നില്ല. നമ്മളതുപോലെ കുറേ പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചാൽ മാത്രമേ അവന് മനസ്സിലാകത്തുള്ളായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി അവിടുന്ന് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. 5 ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് ഡിസ്ചാർജ് ആയിപ്പോയി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ചെന്ന സമയത്ത് തിരിച്ച് ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് നന്ദി, കുഞ്ഞിനെ കാണിച്ച് നന്ദി പറഞ്ഞോളാം, ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അവിടെ വെച്ച് തന്നെ കുഞ്ഞിനെ ഉടമ്പടി വസ്തുക്കൾ വീട്ടിൽ നിന്ന് എടുപ്പിച്ചിട്ട് ഞാൻ അവന് അത് തേച്ച് ഉപയോഗിച്ച് പിന്നെ ഉടമ്പടി കാശുരും അവൻ്റെ തലയ്ക്ക് വെച്ചും തലയെ തൊട്ടും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ച് മരുന്ന് തന്ന് തിരിച്ച് ഇവിടെ വന്ന സമയത്ത് അച്ഛനെ കാണാനായിട്ട് 2-3 പേര് മാത്രം അവിടെ ഓഫീസിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ വാതിൽക്ക് വന്നപ്പോൾ തന്നെ എന്നോട് വേഗം മാതാവ് പറയുന്നു, വേഗം ചെന്ന് ക്യൂ നിന്ന് കുഞ്ഞിനെ അച്ഛനെ കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മടിച്ച് നിന്നിട്ട് വീണ്ടും എൻ്റെ പുറത്തുനിന്ന് തള്ളി വിടുന്ന പോലെ പെട്ടെന്ന് തന്നെ എന്നെ അങ്ങോട്ട് തള്ളി വിട്ട് വേഗം ചെല്ലെന്നും പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ച് ടോക്കൺ തന്നു. അപ്പോൾ തന്നെ അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു, സൈത്ത് പൂച്ചി പ്രാർത്ഥിച്ചു, കുഞ്ഞിൻ്റെ കുരിശും വെച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇതുവരെ ഇപ്പോൾ 2 വർഷമായി അവന് ഫിക്സ് ഒന്നും വന്നിട്ടില്ല. അവനിപ്പോൾ പഴയതിൽ നല്ല ആക്റ്റീവായിട്ടായിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പിടിച്ചെടുക്കാനൊക്കെ അവനുള്ള ബുദ്ധി കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും അതിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷി അവൻ്റെ തന്നെയാണ്. അവന് 2 വർഷമായിട്ട് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. സ്കിൻ അലർജി എന്ന് പറഞ്ഞാൽ അവന് ഒരു ഭക്ഷണവും കഴിക്കാൻ വയ്യ, ശരീരം വിയർക്കാൻ വയ്യ. അപ്പോഴത്തേന് ചൊറിഞ്ഞിട്ട് മുഖം മുഴുവൻ വികൃതമായി ചുമന്ന് ചോരയായി, കയ്യെ കൂടൊക്കെ ചോര വലിക്കുന്ന അവസ്ഥയാണ് ദേഹം. അവന് ഒരു വസ്ത്രം ഇടാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. 3-4 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ്, അല്ലാതെ വീടുകളിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സിനെ കാണിച്ചു. അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു പെട്ടെന്ന് കുറയില്ല, 10 വയസ്സ് വരെയെങ്കിലും ഇതിങ്ങനെ കണ്ടിന്യൂസ് വന്നു പോയിരിക്കും, അപ്പോൾ അത്രയും നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആ മരുന്നൊന്നും കൊടുത്തിട്ട് അവനൊരു കുറവില്ല. ഒരു ദിവസം ചൊറിച്ചിൽ കുറയും, പിറ്റേ ദിവസം വീണ്ടും അതുപോലെ തന്നെ. എന്ത് ഭക്ഷണം കഴിച്ചാലും അവന് മോര് മാത്രം കഴിക്കാം, ചോറും ഇത്തിരി മോര് മാത്രം കഴിക്കാം, വേറെ ഒന്നും കഴിക്കാൻ വയ്യ. അവനാണെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങൾ വേണമെന്ന് പറഞ്ഞ് കരച്ചിലും. അങ്ങനെയായി ഞങ്ങൾ ആകെ വിഷമിച്ചു. അങ്ങനെ ഒന്ന് വീണ്ടും ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് അമ്മയെ കാണിച്ചു, ഒത്തിരി സങ്കടപ്പെട്ട് പറഞ്ഞു. അന്ന് ഒരു ദിവസം അച്ഛനെ കാണാൻ ഇവിടെ വന്ന സമയത്ത് അച്ഛനില്ലായിരുന്നു. അലക്സ് അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടത്തിൽ വെച്ച് അലക്സ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, തലേ കൈവച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അച്ഛനെ കാണിച്ചു അവൻ്റെ മുറിവുകളൊക്കെ പറഞ്ഞു. ഉപ്പിട്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉപ്പിട്ട് കുളിപ്പിക്കാൻ, വെള്ളത്തിലിട്ട് കുളിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ക്രമേണ അത് മാറാൻ തുടങ്ങി. ഇപ്പം അവനെ പാടുപോലും ഇല്ല. എല്ലാം മുഖമൊക്കെ വികൃതമായെന്ന് കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. അതൊക്കെ മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇടയ്ക്ക് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാറിക്കഴിയുമ്പം. അപ്പോൾ ഇത്തിരി താമസിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെയൊക്കെ ചൊറിയാൻ തുടങ്ങി. അപ്പം മനസ്സിലായി സാക്ഷ്യം പറയാനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, മോനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പം. ഇപ്പം വന്ന് അതിനുവേണ്ടി അമ്മയ്ക്ക് നന്ദി പറയുന്നു.
ഇപ്പോൾ ഇവനൊരു കുഴപ്പമില്ല, എല്ലാ ഭക്ഷണവും ഞാൻ കൊടുക്കുന്നുണ്ട്. അവൻ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു. അവന് തണുത്തതൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, എങ്കിലും എല്ലാ ഭക്ഷണവും അവനിപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വീട്ടിലെ ഓരോ അംഗത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്നും അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയ്ക്ക് അതിന് കൂടി നന്ദി പറയുന്നു. ഇതെൻ്റെ അപ്പനാണ്. അപ്പൻ്റെ പേര് ബേബി. എൻ്റെ അപ്പന് 3 അറ്റാക്ക് വന്നതാണ്. ആദ്യം ഒരു 2023 വീടിൻ്റെ മേൾഭാഗം തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് തെന്നി, കരിയില തൂത്ത് കളയുന്ന കൂടാതെ കാല് തെന്നി താഴെ വീണു. താഴെ സ്ലാബായിരുന്നു. ആ സ്ലാബിൻ്റെ പുറത്തോട്ടാണ് വന്ന് വീണത്. അവിടുന്ന് ഹോസ്പിറ്റലിലൊക്കെ അന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ വേദന തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് അവരെ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 6 വാരിയല് പൊട്ടി വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഒരല്പം കൂടി മാത്രമേ ഉള്ളൂ അത് വിട്ടുപോകാനായിട്ട്. ഒരു ശക്തമായിട്ടുള്ളൊരു തുമ്മലോ ഒരു ചുമയോ വന്നാൽ പോലും അത് അത്രയും വിട്ടുപോകും. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താൽ തന്നെയും ഇങ്ങനെ അറ്റാക്ക് വന്നിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഇതറിഞ്ഞ് ഞങ്ങളെല്ലാം വിഷമിച്ച് എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് ആ സമയത്ത് ഉടമ്പടി നിയോഗം വെച്ച് അപ്പൻ്റെ ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കൾ എപ്പോഴും തേക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാനില്ലെങ്കിൽ പോലും അമ്മയോടും പറയാമായിരുന്നു എപ്പോഴും അത് തേച്ച് പ്രാർത്ഥിക്കാൻ. നിരന്തരം അപ്പന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലിയും ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. ഇന്നിപ്പം 3-4 വർഷമായി. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അതങ്ങനെ മാറിപ്പോയി. ഒരു കുഴപ്പവുമില്ല. ഇന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിറ്റേ വർഷം അതേ സമയത്ത് തന്നെ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് സ്റ്റാർ അഴിക്കാനായിട്ട് ക്രിസ്മസിന് ജനുവരി ഒക്കെ ആയപ്പോൾ 1-ാം തീയതിയൊക്കെ ആയപ്പോൾ സ്റ്റാർ ഇനി അഴിച്ചേക്കാമെന്ന് പറഞ്ഞ് സ്റ്റാർ അഴിക്കാൻ മേളിൽ കയറുന്ന അവിടെ അപ്പോഴും ഇതുപോലെ കാല് തന്നെ താഴെ വീണു. നട്ടെല്ലിന് പൊട്ടലുണ്ടായി. ഹോസ്പിറ്റലായി. അന്ന് ഇതുപോലെ അന്ന് വേണ്ട കുഴപ്പമില്ല മാറിക്കോളുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് തീരെ വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റായി. സ്കാൻ ചെയ്ത് നോക്കിയപ്പം നട്ടെല്ല് പൊട്ടിയിരിക്കുകയാണ്. അതും വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ വിഷമിച്ചു. അവർക്കറിയാം അറ്റാക്ക് വന്നതാണെന്നൊക്കെ അറിയാം. പിന്നെ വാരിയലിന് പ്രശ്നമുണ്ടപ്പം നോക്കിയ ഡോക്ടർ തന്നെയായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു പ്രശ്നങ്ങൾ. അപ്പോഴും പറഞ്ഞു റിസ്ക് ആണ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിതുപോലെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് വളരെയധികം വിഷമിച്ച് അമ്മയോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിച്ചുമായിരുന്നു. ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി തേക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഭാരമുള്ള ഒന്നും എടുക്കരുതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പനോട്. അപ്പനും മീൻ കച്ചവടമാണ്. മീൻ പെട്ടിയൊക്കെ ചുമ്മേണ്ടി വരും. ഇപ്പോഴും അതിനുശേഷം ഇന്ന് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. മരുന്നുകൾ കഴിച്ച് അന്ന് മാറിയതാണ്. ഇപ്പോൾ മരുന്നുകളൊന്നും അതിന് വേണ്ടിയിട്ട് കഴിക്കുന്നില്ല. അതിന് സൗഖ്യം വിട്ടു. ഇന്നും ജോലിക്ക് പോയിട്ടാണ് ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. ഭാരമുള്ളതൊക്കെ എടുക്കുകയും ചെയ്യുന്നു. പെട്ടിയൊക്കെ തന്നെയാണ് മീൻ പെട്ടിയൊക്കെ ചുമ്മാ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അമ്മയുടെ കാരുണ്യത്തിൽ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എല്ലാ മാസവും ആദ്യ ആഴ്ച തന്നെ ഇവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങിച്ച് വീടുകളിൽ, ഞാൻ ഹോസ്പിറ്റലുകളൊന്നും കൊടുക്കാറില്ല, വീടുകളിലാണ് കൊടുക്കും. ഓരോ സ്ഥലത്ത് എൻ്റെ അടുത്തുള്ളതല്ല, അടുത്തുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ചുറ്റോടും കൂടുതലും മിക്കവാറും ആൾക്കാരെല്ലാം ഉടമ്പടി എടുത്ത വീടുകളാണ് എൻ്റെ ചുറ്റുപാടുള്ളത്. കാരണം ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഹസ്ബൻഡും കൂടി ആണ് പത്രം കൊടുക്കാൻ പോകാറുള്ളത്. എല്ലാ വീടുകളിലും എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെ വീടുകളിലും കയറി അവർക്ക് പറഞ്ഞ് പത്രം കൊടുക്കും. തൈലവും കാശുരൂപവും ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ പോകാറുള്ളത്. അവർക്ക് രോഗികളായി വയ്യാഴിക പറയുന്നവരോടൊക്കെ അല്ല, തൈലം തൂത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് പേര് സൗഖ്യം കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുമുണ്ട്. എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരോടൊക്കെ ഞാൻ അതനുസരിച്ച് അവർക്ക് പ്രചോദനം വരത്തക്ക രീതിയിലെല്ലാം പറഞ്ഞു കൊടുത്ത് പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല വിജയം കിട്ടിയവരുണ്ട്. ഇങ്ങനെ പത്രം കൊടുക്കാൻ പോയി പരിചയപ്പെട്ട അങ്ങനെ പലർക്കും അങ്ങനെ ചെയ്യാറുണ്ട് പത്രപ്രേക്ഷിതം. പിന്നെ സാക്ഷ്യങ്ങൾ കാണാം. രാവിലെ മുതൽ സാക്ഷ്യങ്ങളാണ്. ഞാൻ എപ്പം നിന്നാലും എൻ്റെ വീട്ടിൽ ഫുൾ ടൈം ഇത് മാത്രമേ ഉള്ളൂ. സാക്ഷ്യങ്ങളും കൃപാസനത്തിലെ കാര്യങ്ങളാണ് കൂടുതലും. ഞാനൊരു വഴിയറമ്പിലാണ്. വഴിയിൽ കൂടെ പോകുന്നവർക്ക് പോലും ഇതാണ് എപ്പോഴും. അതിൽ പോകുന്നവരെല്ലാം എന്നെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ റോഡിൽ കൂടി കേൾക്കത്തക്ക രീതിയിലാണ് ഞാൻ ഫോൺ ഓണാക്കി വെച്ച് സാക്ഷ്യങ്ങളും ഓരോ പ്രാർത്ഥനകളും കേൾക്കാറുള്ളത്. അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ചൊവ്വാഴ്ച ഉപവാസത്തോടു കൂടി തന്നെയാണോ ഉടമ്പടി ധ്യാനം ഞാൻ കൂടാറുള്ളത്. അത് ഷെയർ ചെയ്യുകയും ചെയ്യും. സാക്ഷ്യങ്ങളാണേലും കണ്ടിട്ട് ഷെയർ ചെയ്യും. പള്ളിയിൽ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകാറുണ്ട്. പിന്നെ കുമ്പസാരം എല്ലാം 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ കുമ്പസാരിക്കാറുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കണേ അമ്മയെന്നാണ് ഞാൻ എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് അനാഥാലയത്തിൽ പോകാറുണ്ട്. അവിടുത്തെ അമ്മച്ചിമാരെ നോക്കുന്ന ഒരു അനാഥാലയം അടുത്തുണ്ട്, അവിടെ പോകാറുണ്ട്. അവർക്ക്
അവർക്കും എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിൽ പോലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കൊക്കെ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെയും ആരുമില്ലാത്തവർക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും എഴുതിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അവനിൽ നിന്ന് അശുദ്ധാത്മാവ് പുറത്തു പോവുകയും ഇനിയൊരിക്കലും അവനിൽ പ്രവേശിക്കരുത് എന്ന് യേശു കൽപ്പിക്കുകയും ചെയ്തു. ബിന്ദു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ വലിയ സംരക്ഷണത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന ഈശോ സൗഖ്യപ്പെടുത്തുന്ന വലിയ അത്ഭുതങ്ങളാണ് ബിന്ദു ഇവിടെ ഏറ്റുപറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ച് സൗഖ്യം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത്. 4 വർഷമായിട്ട് മകന് ഉണ്ടായിരുന്ന ഫിറ്റ്സ് ഈശോ തന്നെ സൗഖ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യമാണ്. അവരുടെ ആകുലതകൾ വളരെയധികമായിരുന്നു. 2 വർഷത്തോളം കുഞ്ഞിന് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ഒരു ഭക്ഷണവും കഴിക്കാൻ സാധിക്കാതെ വളരെ സങ്കടപ്പെട്ടിരുന്ന അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ്. ഇനി ഒരിക്കലും ഈ മകനെ കഷ്ടപ്പെടേണ്ടി വരികയില്ല, വേദനിക്കേണ്ടി വരികയില്ല. മറ്റു കുട്ടികളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ ഭക്ഷണവും കഴിക്കാം. അവൻ്റെ ബുദ്ധിയിലുള്ള വികാസവും അവന് പഠിക്കാനുള്ള എല്ലാ സാമർഥ്യവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും അവന് ലഭിച്ച് അവനെപ്പോഴും സ്കിൻ അലർജി ആ രോഗം സൗഖ്യപ്പെട്ടതോടെ മറ്റുള്ള കുഞ്ഞുങ്ങളെപ്പോലെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാനുള്ള കൃപയെല്ലാം ഈശോ അവന് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പപ്പയെക്കുറിച്ച് ബിന്ദു പറയുകയുണ്ടായി. 3 അറ്റാക്ക് വന്ന ഒരപ്പച്ചനാണ് ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അതിനുശേഷം ഒരു വലിയ വീഴ്ചയിൽ 6 വാരിയല് പൊട്ടി. രണ്ടാമതും ക്രിസ്മസ് ട്രീ ക്രിസ്മസ് സ്റ്റാർ അഴിക്കുന്ന സമയത്ത് വീണ്ടും വീണു. ഇതൊക്കെയായിട്ടും ഇവരുടെ ഏറ്റവും നല്ല മെഡിസിൻ, യാതൊരു ട്രീറ്റ്മെൻറ്റും കൂടാതെ അവർക്ക് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന ഏക മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മെ സുഖപ്പെടുത്തുന്നത് ഈശോയുടെ തിരുവചനങ്ങളാണ്. ബിന്ദുവിൻ്റെ ആസ്തി എന്ന് പറയുന്നത് സുവിശേഷ കൈമാറ്റമാണ്. ബിന്ദു പറയുന്നു, ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും കൃത്യമായി ഉപവസിച്ചുകൊണ്ട് ആ ധ്യാനങ്ങൾ പങ്കെടുക്കുമായിരുന്നു. ജോസഫച്ചൻ്റെ എല്ലാ പ്രബോധനങ്ങൾ ശ്രവിക്കുകയും മറ്റുള്ളവർ കൂടി അത് കേൾക്കാൻ മാത്രം ഞാൻ അതിനെ പ്രഘോഷിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ആസ്തി നമുക്ക് വരുമ്പോഴാണ്, ഉടമ്പടിയുമായുള്ള ആ ബന്ധം എപ്പോഴും നിലനിൽക്കുമ്പോഴാണ് നാം ചോദിക്കുന്നത് എന്തും ഉടനെ ഈശോ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ ഈശോയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഉടമ്പടി പെട്ടെന്ന് കത്തുകയും ചെയ്യുന്നത് അപ്പോഴാണ്. നടന്നു വരുന്നവർ പറന്നു പോകുന്നു എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. നാം എത്ര സങ്കടപ്പെട്ട് വന്നാലും, നമ്മുടെ ജീവിത ദുഃഖങ്ങൾ എത്ര തന്നെ വലുതായാലും ഈശോയ്ക്ക് ഒരു നിമിഷം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി നമുക്ക് സൗഖ്യം തരുവാനും നമുക്ക് എഴുന്നേറ്റ് നടക്കുവാനും നമുക്ക് ആരോഗ്യത്തോടുകൂടി മറ്റുള്ളവരെ പരിചരിക്കുവാനും. അതിനുവേണ്ടി നമുക്കുള്ള ഒരൊറ്റ മാതൃകയേ ഉള്ളൂ, ഈശോയുടെ ഒരൊറ്റ മാതൃക. അവിടുത്തെ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും അവിടുത്തെ പരിചരിക്കുന്നവനായി നാം എപ്പോഴെല്ലാം കണ്ടോ, നാം എപ്പോഴെല്ലാം അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്തുവോ, അതാണ് നമ്മുടെ ആസ്തി. നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം, വിശ്വസ്തരായിരിക്കാം. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.